ചോദ്യം ഈ സിനിമയുടെ ഒരു സൗണ്ട് ഡിസൈൻ ഉണ്ട്. നമ്മൾ വെള്ളം നിറഞ്ഞൊരു വീടിനകത്താണ് നിൽക്കുന്നതെന്നും ഒരേ സമയം മഴ പെയ്യുന്നുണ്ടെന്നും മഴയുടെ വേരിയേഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന് എത്രത്തോളം വർക്ക് പോയിട്ടുണ്ട്. പ്ലസ് ഈ സുഷിൻ എന്ന് പറയുമ്പോൾ അതായത് ഈ നമ്മുടെ ഈ ആവേശം പോലത്തെ ആഘോഷ സിനിമകൾ ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരാളായിട്ട് നമ്മുടെ അറിയാതെ എവിടെ ടാഗ് ചെയ്തു പോയി. എപ്പോഴാണ് പെട്ടെന്ന് ഞാൻ തന്നെയാണ് കുമ്പളങ്ങി നൈറ്റ്സ് ചെയ്തതെന്ന് കാണിക്കുന്ന പോലെ ഒരു സംഭവം ചെയ്തത്. അപ്പൊ അദ്ദേഹത്തെ പറ്റി എൻ്റെ ഫൈനലി ഈ സിനിമ ഇനിയും കാണാൻ ആളുകളുണ്ട്, ആളുകൾക്ക് ഇനി സിനിമ എത്തേണ്ടതുണ്ട്. ഏറ്റവും ഫൈനായിട്ടുള്ള പെർഫോമൻസുകൾ ആളുകൾ കാണാൻ മിസ്സാക്കി പോയി സിനിമ തിയേറ്ററിൽ കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? ആദ്യമായിട്ട് എൻ്റെ സൗണ്ട് ഡിസൈനെ പറ്റി സംസാരിക്കാം. സൗണ്ട് ചെയ്തിരിക്കുന്നത് ജയദേവൻ ചക്കാടത്തും അനിൽ രാധാകൃഷ്ണനുമാണ്. ജയദേവൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ നാട്ടിൽ വന്നിട്ട് കുമ്പളങ്ങിയുടെ സമയത്താണ് ആദ്യമായിട്ട് ജയദേവനെ ഇതിൻ്റെ സൗണ്ടിനെ പറ്റി സംസാരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കുറച്ച് സമയം നമുക്കൊരു ലിമിറ്റഡ് ടൈം ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട്. മൺസൂൺസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് മഴ പെയ്യാം. പിന്നെ പല സീനുകളിലും മഴയുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റും, വിൻഡോയുടെ പുറത്തുമൊക്കെ മഴയുണ്ട്. അപ്പോൾ റെയിൻ മെഷീൻസ് ഒരുപാട് സീനുകളിൽ ഉപയോഗിക്കണം. പിന്നെ വീടിൻ്റെ മേളിൽ മഴ പെയ്യുന്ന സൗണ്ട് വരും. ഇത്രയുമൊക്കെ ചലഞ്ചസ് ഉണ്ടായിരുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പം ഷൂട്ടിങ്ങിന് മുമ്പ് പ്രൊഡക്ഷനും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് സിങ്ക് സൗണ്ട് വേണോ, അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കില്ലേ പ്രോസസ്സ് എന്നൊക്കെ. പക്ഷേ ഞാൻ ചെയ്ത ഇതുവരെയുള്ള സിനിമകളെല്ലാം സിങ്ക് സൗണ്ടാണ് ചെയ്തത്. അപ്പം സിങ്ക് സൗണ്ട് അല്ലാതെ ഞാൻ സിനിമ ചെയ്തിട്ട് തന്നെ ഇല്ല. അപ്പം ഡബിങ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടിയായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ കാണുന്ന പെർഫോമൻസിനകത്ത് ഒരുപാട് ന്യൂആൻസും കാര്യങ്ങളും ഒക്കെ എനിക്ക് അതുപോലെ തന്നെ വേണമായിരുന്നു. അങ്ങനെയാണ് ഒരു സമയത്ത് JD ആയിരുന്നില്ല ആദ്യം. അത് ഇടയ്ക്ക് വെച്ച് JDക്ക് തിരക്കായത് കാരണം JDക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ തന്നെ ഷൂട്ടിങ്ങിന്റെ കുറച്ച് ദിവസം മുമ്പാണ് JDനെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്യുന്നത്, ഒന്ന് ചെയ്യാൻ പറ്റുമോ. കാരണം JDനെ പോലെ ഒരാൾ അല്ലെങ്കിൽ അനിലിനെ പോലെ ഒരാൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം അവർ ചെയ്ത സിനിമകളൊക്കെ നമുക്ക് നേരത്തെ അറിയാം. അങ്ങനെയാണ് JD വീണ്ടും ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പോഴും ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. മഴ കൺട്രോൾ ചെയ്യാനും റെയിൻ മെഷീനൊക്കെ വളരെ ദൂരെ വെക്കണം. അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഇതിൻ്റെ ഡിസൈനിങ്ങിലാണെങ്കിൽ പോലും JDയും അനിലും വളരെ ബ്രില്യൻ്റ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു. അവർ വളരെയധികം ഇൻവോൾവ് ആയിരുന്നു ഓരോ പ്രോസസ്സിലും. ഡബ്ബിങ്, ത്രൂ ഔട്ട് അതിൻ്റെ ഡിസൈൻ എല്ലാം. പിന്നെ ഈ പലരും സിനിമ കണ്ടിട്ട് ഒരുപാട് പേരും അതിൻ്റെ സൗണ്ട് സ്കേപ്പിനെ പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചു. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവരുടെ അത്രത്തോളം ഒരു എഫേർട്ട് അതിനകത്തേക്ക് പോയിട്ടുണ്ട്. സുഷിൻ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ സുഷിനും ആദ്യം ഒരു ചലഞ്ചായിട്ട് തോന്നി മഴയുണ്ട്, അപ്പം മ്യൂസിക് എങ്ങനെ അതിൻ്റെ കൂടെ പോകും എന്നൊക്കെ ഉള്ളത്. പക്ഷെ അതൊക്കെ വളരെ നന്നായിട്ട് സുഷിനും JDയും അത് കൈകാര്യം ചെയ്തു. സുഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. വളരെ കൃത്യം പറയും എന്ത് ഇമോഷനാണ് വർക്ക് ചെയ്യുന്നത്, എന്ത് ഇമോഷൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു സീൻ സുഷിൻ്റെ അടുത്ത് ചെയ്യുമ്പം ഈ ഇമോഷനാണ് എനിക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ സുഷിൻ വർക്ക് ആവുന്നില്ലെങ്കിൽ പറയും ഈ ഇമോഷനോട് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് എഡിറ്റിങ്ങിലേക്ക് പോയി വീണ്ടും റീവർക്ക് ചെയ്ത് വീണ്ടും സുഷിനിലേക്ക് എത്തും. അതുപോലെ തന്നെ പല സമയത്തും വളരെ ഈ മഴയുടെ സൗണ്ട് എത്രത്തോളം നിർത്തണം എന്നൊക്കെ ഒരുപാട് സംസാരം ഞാനും JDയും തമ്മിലുണ്ടായിട്ടുണ്ട്. വിൻഡോയിൽ കൂടെ നമ്മൾ മഴ കാണുന്നുണ്ട്. പക്ഷെ അപ്പം JDയുടെ ഒരു ടേക്ക് എന്ന് പറയുന്നത്, നമ്മളൊരു മുറിയിലാണ്, മഴ പെയ്തു, നമ്മൾ ആദ്യം മഴയുടെ സൗണ്ട് കേൾക്കും. നമ്മളൊരാളോട് സംസാരിക്കുന്നതാണെങ്കിൽ നമ്മൾ ആദ്യം മഴയുടെ സൗണ്ട് കേൾക്കും, പിന്നെ നമ്മുടെ മഴയുടെ സൗണ്ട് നമ്മുടെ കോൺഷ്യസിലായി പോകും, നമ്മളെ ഡയലോഗിൽ ഫോക്കസ് ചെയ്യും. അങ്ങനത്തെ ഒക്കെ ഒരു ട്രീറ്റ്മെന്റ് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ മഴയുടെ സൗണ്ട് തന്നെ നമ്മുടെ സബ് കോൺഷ്യസിൽ ഈ മഴ എങ്ങനെയായിരിക്കും പെർസീവ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് JDയും അനിലും ഈ ഇതിനകത്തെ മഴയുടെ സൗണ്ടൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആ വർക്ക് എന്താണ്. പിന്നെ സിങ്ക് സൗണ്ട്, ഇത്രയും മഴയൊക്കെ നടക്കുമ്പം ഇവരുടെ ഓരോ ഇമോഷൻസും ഭയങ്കര ഇമോഷണലായ സീനിലെ പോലെ ഓരോ ശ്വാസം പോലും നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ അവർ അത്രത്തോളം എഫോർട്ട് എടുത്ത് ചെയ്യുന്നത്, അതൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല ഈ ഒരുപാട് ഈ ഇമോഷണലായിട്ട് സംസാരിക്കണം. പക്ഷെ ഇത് ആ ഒരു മരണ വീട്ടിൽ അടുത്താരും കേൾക്കാതെ സംസാരിക്കുന്നതാണ് പല സീൻസും. അപ്പം എനിക്കോ പാർവതിക്കോ ഇത്തിരി ഒച്ചയടപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ സീൻ നടത്തി. പിന്നെ പാർവതി ഇത് അടക്കുമ്പോൾ ഒരു ശ്വാസമുണ്ട്, അതിത് കിട്ടണം. അപ്പൊ അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഞാൻ ക്രിസ്റ്റോയോട് എതിരഭിപ്രായം പറഞ്ഞു. ക്രിസ്റ്റോ വേണ്ട, സീൻസ് ബാധിക്കും, ഇതിന് കുഴപ്പമില്ല.
കുടിച്ചാൽ ചുമയ്ക്കുകയും ചെയ്തു. എന്ത് ചെയ്യും? വേണ്ട ക്രിസ്റ്റോ, എങ്ങനെ വന്നാലും അതങ്ങനെ നിൽക്കും, പോകത്തില്ല ഈ സൈഡ് യൂസ്. അപ്പം അത് നമ്മളെ വല്ലാതെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വല്ലാതെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. പിന്നെ ഈ കുറച്ച് ഡാർക്കായിപ്പോയി ഔട്ട് സൈഡിൽ, ഉള്ളിൽ നല്ല ലൈറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഔട്ട് സൈഡിൽ ലൈറ്റ് ഇടും. ഈ ലൈറ്റ് ഇടുമ്പം ചീവീടൊക്കെ കിടന്ന് വിളിക്കുക രാത്രിയാണെന്നും പറഞ്ഞു. അപ്പം ചീവീടിൻ്റെ ശബ്ദം അറിയാമല്ലോ, കോറസായിട്ട് വിളിക്കും. ഒന്ന് അലർച്ചയുടെ ശബ്ദം, അതിങ്ങനെ തടി ഇറക്കുന്ന പോലത്തെ ശബ്ദമൊക്കെയാണ് കേൾക്കുന്നത് ചിലപ്പോൾ. അപ്പോൾ ഈ മൈക്കിലത് ഷാർപ്പായിട്ട് കേൾക്കും. അപ്പോൾ കുറേ നേരം നിൽക്കണം. കാരണം വെച്ചാൽ പ്രകൃതിയുടെ സ്വഭാവം മാറ്റുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ രാത്രി ഇടേണ്ട വലിയ ലൈറ്റ്, വലിയ വലിയ ലൈറ്റ്സൊക്കെ കൊണ്ടുവന്ന് പകൽ സമയത്ത് ഇടും, അവർക്ക് കൺഫ്യൂസ്ഡ് ആവുകയാണ്. അങ്ങനെ ഓരോ സമയത്തും നല്ല സമയം എടുത്തിട്ടാണ് ചെയ്തത്. 42 ദിവസം എന്ന് പറയുന്നത്. പിന്നെ ഇവിടം വരെ വെള്ളമാണ്, ആലോചിച്ചോ. ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുമ്പോഴും ഈ നനവോടുകൂടിയാണ് ഇരിക്കുന്നത്. ഹൗസ് ബോട്ടിനകത്താണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സ്ഥലം ഇരിക്കാൻ. വേറെ കാരണം ഒരു ഭാഗത്ത് മുഴുവൻ കായലല്ലേ. അപ്പോൾ രാത്രി നമ്മൾ റൂമിൽ ചെല്ലുന്നവരെ ഇത്രയും ഭാഗം നനഞ്ഞിരിക്കുക. ഇപ്പോഴും സ്റ്റിൽ എൻ്റെ കാല് ഏകദേശം കറുത്തതുപോലെ ആയി, ഇത്രയും ദിവസം അവിടെ വെള്ളത്തിലായിട്ട്. നമ്മൾ സീനിലോട്ട് കയറുമ്പോൾ ഇത് മറന്നു പോകും, അതാണ് വാസ്തവം. എന്നിട്ട് പിന്നെ ഉച്ചയാകുമ്പോഴാണോ ഇത്രയും നേരം നനഞ്ഞാണല്ലോ ഇരുന്നത്. വീണ്ടും നമ്മളിത് സാരി അഴിച്ചു കൊടുത്ത് അയൺ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് ഇടുമ്പോഴത്തേക്കും പിന്നെ നനയാനല്ലേ പോകുന്നത്. അപ്പം ആദ്യത്തെ 2 ദിവസമൊക്കെ വലിയ ശുഷ്കാന്തിയോടുകൂടിയൊക്കെ ചെയ്തു. പിന്നെ 3-ാമത്തെ ദിവസമായപ്പോൾ വീണ്ടും അവിടെ തന്നെ പോന്നായിരുന്നോട്ടെ, തനിയെ ഉണങ്ങിക്കോളും എന്ന് വിചാരിക്കും. ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ കാലൊന്നും നമുക്ക് രാത്രി ഇങ്ങനെ ഒരു ഭാഗത്ത് കോച്ച് പിടിച്ചിട്ടേ, AC റൂമല്ലേ, അപ്പോൾ ഈ തലയിൽ ഇടുന്ന ഹെയർ ഡ്രയർ ഇട്ട് കാല് ചൂടാക്കിയിട്ട് ബെഡ്ഷീറ്റ് കൊണ്ട് കെട്ടും, എന്നാലേ കിടക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ചു. പിന്നെ സ്ത്രീകളാണ്, മറ്റ് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ അത് ഇവിടം വരെ വെള്ളപ്പം നിൽക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് സിനിമയ്ക്ക്. പക്ഷേ ഇന്നിപ്പോൾ ഈ ക്രിസ്റ്റോ പറഞ്ഞ പോലെ ഈ 2 ദിവസത്തെ പ്രേക്ഷകരുടെ റിയാക്ഷൻ കാണുമ്പോൾ എല്ലാം മറന്നു വന്നു നമ്മൾ, ആ സമയത്തെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ മീഡിയയിലുള്ളവരും വളരെ സൗഹൃദപൂർവ്വം ഒരു പടത്തെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് കുറേ നാളിന് ശേഷം ആദ്യമാണ്. കാരണം നിങ്ങൾ പലപ്പോഴും ഈ വേറെ ഏരിയകളിൽ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊക്കെ ചിലപ്പോൾ ഇതിൽ ദേഷ്യം തോന്നും. കാരണം നമുക്ക് ടിക്കറ്റും റൂം സൗകര്യവും തന്നിട്ട് ഇവിടെ വന്ന് 3 ദിവസം നിന്ന് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചോദ്യങ്ങളില്ല. കാരണം സിനിമയെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഇവിടെയായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. പലതും ഞങ്ങൾക്ക് പടം റിലീസാവുന്നതിന് മുമ്പ് അങ്ങനെ ഫ്രാങ്കായിട്ട് പറയാനും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടതിന് ശേഷമുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ ഓരോ പൾസും അറിഞ്ഞ് ചോദിക്കുന്നതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രാവശ്യം ഞാൻ മീഡിയയുടെ ഈ ഒരു പ്രസ് മീറ്റ് ഞാൻ ക്രിസ്റ്റോയോട് പറയായിരുന്നു, എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം പടം കണ്ടിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ചോദ്യങ്ങൾ, ഇപ്പോൾ വിഷ്ണു ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്ക് ഒരു കൃത്യതയുണ്ട്. പിന്നെ ചോദിച്ചു എന്തോ കോമഡി പഴം, അപ്പം കത്തിയെടുത്ത് കുത്തുന്ന പടമാണെങ്കിൽ കത്തിയുമായിട്ട് വരണോ, എന്ത് പൈ പറഞ്ഞ് എനിക്ക് മനസ്സിലായി. അപ്പം എൻ്റെ ഇടയിൽ കൂടെ കയറിയില്ലെന്നുള്ളത് ഒരു ആക്ഷൻ പടമാണ്. അങ്ങനത്തെ സിനിമ കാണുന്നുണ്ടെങ്കിൽ നടന്മാരും എന്തുമില്ല, ഇവിടെ ആക്ഷൻ ഉണ്ട് പടാന്ന് പറഞ്ഞിട്ട് വരുമോ? ഇല്ലല്ലോ. ഓരോ വ്യക്തിത്വത്തിനനുസരിച്ചല്ലേ സംസാരിക്കാൻ പറ്റൂ. എല്ലാവരും വളരെ ഗൗരവത്തോടെ സിനിമയുടെ ആന്തോളനങ്ങളിൽ സ്പർശിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇച്ചിരി നേരം ചിരിക്കുക, സന്തോഷിക്കുക, പോവുക, അതാണോ നല്ലത്? അല്ലേ? അത് മാത്രമാണ് നല്ലത്. താങ്ക് യു മാം, താങ്ക് യു ക്രിസ്റ്റോ. ഒരുപാട് നന്ദി സിനിമയെ പറ്റി സംസാരിച്ചത്, നല്ല സിനിമ ഉണ്ടാക്കിയതിന് താങ്ക് യു. എല്ലാരും കണ്ടതല്ലേ? എല്ലാരും കണ്ടല്ലോ. ഒരാൾ അല്ലെന്നോ ആണെന്നോ കണ്ടതാണോ? ടിക്കറ്റ് കിട്ടിയില്ലെന്നായിരിക്കും. അങ്ങനെയാണോ? കാണണം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. മോളെ അടുത്ത പടത്തിന്റെ പേയ്മെന്റ് കിട്ടുമ്പോൾ തീരാത്ത കാറ്റ് എന്താണെന്നറിയാമോ? ഭയങ്കര സങ്കടം. കീറി പറഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടൊരു മീഡിയ പേഴ്സൺ പെൺകുട്ടി വന്നിരിക്കും. ഹലോ, അതുപോലെ എല്ലാ മീഡിയ സുഹൃത്തുക്കളും ഇന്ന് ഈ പ്രസ് മീറ്റിന് ശേഷം നമ്മളൊരു തിയേറ്റർ വിസിറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. PVR ഇവിടെ ഫോറം മാളിൽ വെച്ചിട്ടാണ് 5:45 നമ്മൾ തിയേറ്റർ വിസിറ്റിന് പോകാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം എല്ലാ മീഡിയയുടെ സപ്പോർട്ട് ഇതുപോലെ തന്നെ അവിടെ വേണം. പ്ലീസ് നിങ്ങളെല്ലാവരും വരണം കേട്ടോ. 5:45 ഇന്ന് ഫോറം മാൾ. താങ്ക് യു.